ദേ വെറും 59 ലക്ഷം രൂപക്ക് ദേ ഈ കാണുന്ന ലക്ഷറി സെറ്റപ്പ് വീട്, ഫുൾ ഫർണിച്ചർ അടക്കമുണ്ട് ഈ വീടിൻ്റെ. ഇത് ഈ വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു പൂന്തോട്ടം വരേണ്ട കേട്ടോ. ഇത് ഞാൻ പൂന്തോട്ടം കാണിച്ചിട്ടുണ്ട്. കുറച്ച് സെറ്റപ്പ്, അതായത് ഒരു പൂന്തോട്ടം വേണമെന്നൊരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഇത് കണ്ടത്. ഫാഷൻ ഫ്രൂട്ടൊക്കെ പടന്നൊരു ഇഷ്ടം പോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. ചുറ്റിനുള്ള വീടുകളൊക്കെ ഉണ്ട്, പോഷ് വീടുകളാണ്. ഫുൾ ഫർണിച്ചർ അടക്കമുണ്ട്. ഈ കാണുന്ന സെറ്റ് എല്ലാ റൂമും എ സി, ഇരിക്കുന്ന ലിവിങ് റൂം എ സി, ഫ്രിഡ്ജ്, ഡൈനിങ് സെറ്റ്, വാഷിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക്, അങ്ങനെ എല്ലാ ഐറ്റം. 2 TV, ഇതൊരു TV, ഇതിൻ്റെ ഒരെണ്ണം മുകളിലെത്ത നിലയിലുണ്ട്. അങ്ങനെ എല്ലാം അടക്കം വെറും 59 ലക്ഷം രൂപക്ക്. അതും ഒരു പട്ടാളക്കാരൻ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച വീട്. അപ്പോൾ എല്ലാവരും ഈ പട്ടാളക്കാരൻ്റെ വീടിന് ഒരു ലൈക്ക് അടിച്ചേ. ഇതുണ്ട്, മുകളിലാണെങ്കിൽ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് LED ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മോഡേൺ ലുക്ക് വീട്. ഇതുണ്ട്, ഇതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഈ ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടക്കം വെറും 59 ലക്ഷം രൂപ. അതും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. ഇതുകൊണ്ട് എന്താ ഒരു സെറ്റപ്പ് നോക്കി. ഫുൾ ഫർണിഷ്ഡ് വീട് നിങ്ങൾക്ക് വെറും 59 ലക്ഷം രൂപക്ക് ഇപ്പം സ്വന്തമാക്കാം. അതും നല്ല പോഷ് ഏരിയയിൽ. ഈ വീടിന് മുൻപിലുള്ള വീടൊക്കെ ആയതുകൊണ്ട് 6000-7000 സ്ക്വയർ ഫീറ്റ് എന്തോ വലിയൊരു കൊട്ടാരം കൂട്ടത്തെ വീടാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ഇതേ ബെഡ്റൂമൊക്കെ ഓക്കെ, ചെറിയ ബെഡ്റൂമൊന്നും അല്ല കേട്ടോ, എല്ലാം നല്ല വലിയ ബെഡ്റൂം. അത് എല്ലാത്തിനും കബോർഡും കാര്യങ്ങളും, അറ്റാച്ച്ഡ് ബെഡ്റൂം. ഇതുകൊണ്ട ഓഫീസ് ടേബിൾ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് വായിക്കുക, എഴുതി എന്തുവേണം ചെയ്യാം. അത് AC, ഫാൻ, എല്ലാ സംഭവം ഉണ്ട്. ഒന്നും നിങ്ങൾ വാങ്ങിക്കണ്ട. ദേ ഡ്രസ്സിങ് ടേബിൾ വരെ, ഡ്രസ്സിങ് ടേബിൾ കാര്യങ്ങൾ, ദേ അറ്റാച്ച്ഡ് ബാത്റൂം. വെറും 3 വർഷം മാത്രം പഴക്കമുള്ളട്ടാ, കൂടുതൽ പഴക്കമൊന്നുമില്ല. വെറും 3 വർഷം മാത്രം. അതും മര്യാദയ്ക്ക് ഇവർ ഉപയോഗിച്ചിട്ടും കൂടി ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട്, ഒരഴുക്കും കൂടി ഇല്ല. പുറത്തിപ്പോൾ ഈ മഴ പെയ്തതിൻ്റെ ചെറിയൊരു ഇതല്ലാണ്ട്, പുറത്ത് ചെറിയ പെയിൻറ്റിങ്ങിനൊരു ഇതല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. ഇതേ വാഷ് ബേസിൻ കൗണ്ടറൊക്കെ കണ്ട, എല്ലാം നല്ല ഗ്രാൻഡ്. ഇത് താഴത്തെ നിലയിലെ 2ാമത്തെ റൂം കണ്ട, കട്ടിൽ കാര്യങ്ങൾ, കബോർഡ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിനും AC ഇല്ലാത്ത റൂമില്ല. എല്ലാം അടക്കം വെറും 59 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ തരും. ഇതേ അതിൻ്റെ ബാത്റൂമൊക്കെ നോക്കി, എന്താ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് നോക്കി. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ. ഒരു പട്ടാളക്കാരൻ്റെ വീടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒന്നും മോശമൊന്നും വരില്ല. അപ്പോൾ അതേ കൂട്ട് പണിതേക്കണൊരു വീട്. ഇതേ കിച്ചൺ, നല്ല സ്റ്റോറേജ് സ്പേസ്. ഒരു ടേബിൾ ഫാൻ വരെയുണ്ട് ഇവിടെ. കിച്ചണിൽ ചൂടുണ്ടാ, ഇതേ ഫാൻ വരെയുണ്ട്. ഇതേ കബോർഡ്, ഫ്രിഡ്ജ്, അതും ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ്. ഇതേ കബോർഡ്, എല്ലാ സെറ്റപ്പും. ഇനി ഇതേ സെക്കൻഡ് കിച്ചൺ വേറെ ഉണ്ട്, വർക്ക് ഏരിയ. നമുക്ക് ഈ റഫായിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത്, റഫ് യൂസിനുള്ളത്. ഇതേ ഇവിടെ വേണ്ട, അവിടെ ഒരു സിങ്കും കാര്യങ്ങളും, അവിടെ നമ്മുടെ വാട്ടർ പ്യൂരിഫയറൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം ശുദ്ധീകരിക്കാനുള്ള. നല്ലൊരു വാഷ് കൗണ്ടർ വേണ്ട. എന്താ ഒരു സെറ്റപ്പ് നോക്കി. ഇത് നോക്കിയത് മുകളിലത്തെ നിലയിലോട്ടില്ല, മുകളിലും ഉണ്ട് കാണാൻ വേണ്ടി കുറേ. ഇത് സ്റ്റെയർ കേസൊക്കെ ഉണ്ടോ, വുഡൻ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം. അത് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും കൊടുത്തേക്കണം. എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ്. ഇത് താഴത്തെ ലിവിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കണ്ട, വാൾപേപ്പറൊക്കെ കൊടുത്തിട്ട് വീടിൻ്റെയൊക്കെ ഒരു ലുക്ക് കണ്ട. നിങ്ങളൊന്നും ചെയ്യാനില്ല, വെറുതെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ഡ്രസ്സായിട്ടൊന്ന് താമസിച്ചാൽ മാത്രം മതി. ഇതേ മുകളിലത്തെ ഹാള്, ഇവിടെ TV കാര്യങ്ങളൊക്കെ ഇവിടെയും സെറ്റ് ചെയ്യണ്ടട്ടാ. ഇത് നിങ്ങൾക്കുള്ളതാണ്. താഴത്തെ TV മാത്രമല്ല, മുകളിലത്തെ TV നിങ്ങൾക്കുള്ളതാണ്. കണ്ടത് ഇവിടെയും ഒരു TVയും കാര്യങ്ങളും, പിള്ളേർ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ ഇവിടെ കണ്ട. ഇവിടെ ആവശ്യത്തിനുള്ളൊരു ഹാള്. ഇതേ അവിടുത്തെ ബെഡ്റൂം, ഇത് 3ാമത്തെ ബെഡ്റൂം കേട്ടാ. അതിനും AC കാര്യങ്ങളെല്ലാം ഉണ്ട്. AC ഇല്ലാത്ത റൂമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ഇവിടെയും സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട, നല്ല സെറ്റപ്പ്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാം കൊണ്ടും നല്ല ഗ്രാൻഡായിട്ടുള്ള വീട്. അല്ല, ഇത്രയും നിങ്ങളൊന്നും ചെയ്യേണ്ട, വാങ്ങിച്ചാൽ നേരെ വന്ന് താമസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല സെറ്റപ്പ് ഒരു വീടാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണം. ഇതിന് ബാൽക്കണി കാണണ്ടേ, തൊട്ടിപ്പുറത്ത് ബാൽക്കണി ഉണ്ട്. ഒരു വീടിന് എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഒന്നിനും ഒരു കുറവൊന്നുമില്ല. ഇതേ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിലെ വീടെന്നൊക്കെ
കണ്ടോ അതൊക്കെ പോഷ് വീടാണ്. എനിക്ക് തോന്നുന്നു ഒരു 6000-7000 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ട് ആ വീട്. കണ്ടോ ഫ്രണ്ടിൽ പുൽത്തകിടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കണ്ടോ. അതായത് നല്ല ഹൈ കണ്ടോ. അപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ടോ എല്ലാം നല്ല ഹൈ ഫാമിലി താമസിക്കണ സെറ്റപ്പ്. ഒന്നും നോക്കാനല്ല, ധൈര്യമായിട്ട് വന്ന് താമസിക്കുക. അതേ കൂട്ടത്തെ ഒരു ലൊക്കേഷനാണ്. ഇനി നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ കഴുകി ഉണക്കാനിടാൻ വേണ്ടി അതിനുള്ള സെറ്റപ്പ് അതുകൊണ്ട് ഇവിടെ. ഇതേ ഓപ്പൺ ഏരിയ, എവിടെയും ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വൺ സൈഡ്. ഈ ഒരു ഏരിയ മാത്രമുള്ള ചെയ്യാതണ്ട. ഞാൻ പറഞ്ഞാൽ വലിയ വീടാണ് ഉണ്ടായത്. 7000 ഒന്നും ഇല്ലെന്നുണ്ട്, അതിൽ കൂടുതലൊന്നും വീട്. എൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ അല്ല പോഷ് വീടുകണ്ട. ഇത്ര ഏരിയ ഡ്രസ് വർക്ക് ചെയ്തിട്ടേക്കണേണ്. ഇവിടെ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കിയിടാം. ഇതേ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതേ ഓട്ടോമാറ്റിക്, ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഇതെല്ലാം അടക്കമാണ്. അത് ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കട്ടെ, എല്ലാം 3 വർഷം പഴക്കം. അതും അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടാ. വേണ്ട സിറ്റ് ഔട്ടൊക്കെ കണ്ടില്ലേ വീടിൻ്റെ, എല്ലാം ഗ്രാൻഡാണ്. പെയിൻറ്റിങ് പോലും ഒരു അഴുക്കായിട്ടില്ല. ഇത് കണ്ട എന്താ ഒരു ലുക്കൊന്നും, ഒന്നിനും ഒരു അഴുക്ക കാര്യങ്ങൾ. അതേ ബാമ്പു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണുണ്ട. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട ഇത്രയും ഐറ്റംസ് എല്ലാം അടക്കമാണ് നിങ്ങൾക്ക് ഈ വിൽപ്പന. ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് ആലുവയാണ്. ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിലായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ വന്നെ. ചാലക്കൽ എന്ന് പറയും. ചാലക്കൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ നടക്കാനുള്ള ദൂരം മാത്രമേ ഒരു 200 മീറ്റർ ഉണ്ടാവുള്ളൂ. അതായത് നമുക്കൊരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമില്ല. മനസ്സിലായി? അത്രയും അടുത്താണ് ഈ വീട്. എല്ലാ വണ്ടിയും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ XUV വെച്ചിട്ടുണ്ടല്ലേ. വീടിൻ്റെ കാരണം ഇവർക്ക് ഒരു XUV ഉണ്ട് ഓൾറെഡി. അപ്പോൾ XUV ആണ് വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് വെച്ചാൽ ഉണ്ട്. അത്രയും സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇതെല്ലാനും നല്ല ബ്രാൻഡഡ് ഐറ്റം ഉണ്ടാവും. ഒരു സാധനം മോശമൊന്നുമില്ല. നിങ്ങൾക്ക് കാലാകാലം ഉപയോഗിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഈ 59 ലക്ഷം ചോദിക്കണമെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വരും. എല്ലായിടത്തും ഫാനും ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരുടേതായ പ്രൈവറ്റ് സാധനങ്ങൾ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നിട്ട് പോകും. അത്രയും സെറ്റപ്പിലാണ് വീട്. ഇതൊക്കെ ഇതിൻ്റെ നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻവെർട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിനും നിങ്ങൾ പുറത്ത് പോകണമെന്നുള്ളതാണ്. എല്ലാ സെറ്റപ്പും അടുത്ത് തന്നെയുണ്ട്. ആലുവയിലോട്ടാണെങ്കിൽ വെറും 7 കിലോമീറ്ററേ ഉള്ളൂ. പെരുമ്പാവൂർ ടൗണിലോട്ടായാലും 7 കിലോമീറ്ററേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ ഇറങ്ങിച്ചെല്ലുന്നത് ഹൈവേ. നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ 4 കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പോൾ എല്ലാവരും എയർപോർട്ടിൽ പോകണമെങ്കിലും അടുത്താണ്. എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ളൊരു വീട്. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പക്കയായിട്ട് സൂക്ഷിച്ചേക്കണ ഒരു പട്ടാളക്കാരൻ്റെ വീട്. ഒരു പട്ടാളക്കാരൻ്റെ വീടെന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അതേ കൂട്ടായിരിക്കുള്ള വീട് പണിതേക്കണം. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നാളെ വീണ്ടും വില കുറഞ്ഞ വീട് വരുന്നുണ്ട്. നാളെ ഒരു 43 ലക്ഷം രൂപയുടെ ഒരു വീടാണ് വന്നത്. 43 ലക്ഷം രൂപ 4 ബെഡ്റൂമുള്ള വീട് നാളെ അപ്ലോഡാവും. അപ്പോൾ വില കുറഞ്ഞ വീടുകളുടെ ഒരു മഴയാണ് ഇനി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും